ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ വിമർശനങ്ങളുടെ പ്രാധാന്യം. വിമർശനങ്ങൾ എവിടെയാണ് ആരോഗ്യകരമാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ടോക്കാണ്. മതങ്ങളായാലും ശാസ്ത്രങ്ങളായാലും എല്ലാം വിമർശിക്കപ്പെടേണ്ടതാണ്. നമ്മൾ എന്ത് കേട്ടാലും വിമർശിക്കുക എന്നുള്ളതിന് വിമർശനത്തിനൊരു പ്രത്യേക മീനിങ് ഉണ്ട്. ഈ പറയുന്ന എതിര് നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ ആക്ച്വൽ വശം. അത് അനലൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിമർശനത്തിൻ്റെ അർത്ഥം. ഇപ്പം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് നീ ഇത് വിമർശന ബുദ്ധിയ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിമർശന ബുദ്ധി എപ്പോഴും, അതായത് എന്ത് കേട്ടാലും അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നു ഉടനെ അത് ആ വ്യക്തി പറഞ്ഞതുകൊണ്ട് അത് ശരിയാണെന്ന് എടുക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ അതിനെ പരിശോധിക്കാൻ കഴിയുന്നതാണ് വിമർശന ബുദ്ധി എന്ന് പറയുന്നത്. നമ്മളത് പരിശോധിച്ചതിന് ശേഷം സ്വീകരിക്കുന്നു. അപ്പോൾ ആ ഒരു വിമർശനത്തിന് എല്ലാം പാത്രമാകേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ചില മതങ്ങൾ വിമർശിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലോട്ടാണ് അവരുടെ പെരുമാറ്റം പോകുന്നത്. അത് അറിവില്ലായ്മയാണ്. എപ്പോഴും വിമർശിക്കപ്പെടുമ്പോഴാണ് അതിനകത്തിൽ തെറ്റുകൾ തിരുത്തപ്പെടുന്നത്. ഒന്നും പൂർണ്ണമായിട്ടും ശരി എന്ന് പറയാൻ നമുക്കൊരിടത്തും പറ്റത്തില്ല. ഒരു മതവും പൂർണ്ണമായിട്ട് ശരിയെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ശാസ്ത്രങ്ങൾ ഇതൊക്കെ പൂർണ്ണമായും ശരി എന്ന് നമുക്കൊരിടത്തും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പുരോഗതി സംഭവിക്കും, ചില മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം ശരിക്കും ഒരു പ്രതികൂല കാലാവസ്ഥകളാണ് ചില മനുഷ്യരെ സ്ട്രോങ് ആക്കുക, അല്ലെങ്കിൽ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം നമ്മൾ ഇച്ചിരി വിമർശന വിധേയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദുഃഖിതനാകത്തില്ല. ഇച്ചിരി വിമർശന ബുദ്ധി ഉള്ള ആൾക്കാരുടെ ഇടയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കും. നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിട്ട് നമ്മളെ മാറ്റാൻ ശേഷിയുള്ള ഒന്നാണ് വിമർശനം. അപ്പം വിമർശനം ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു സാധനമായി മാറണം. നമ്മളെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരുടെ മുന്നിൽ ആക്ഷേപിക്കാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്നത് പരിഹാസമാണ്. അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതാണ്. അതൊരു ഹിംസയാണ്. അതേസമയം വിമർശനം അങ്ങനല്ല, ആരോഗ്യകരമായിട്ടുള്ള ഒന്നാണ് വിമർശനം. അപ്പോൾ വിമർശനത്തിന് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ നൽകി വിമർശനം ഒരു ദ്രോഹാത്മകമായിട്ടുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതല്ല, വിമർശനത്തിന് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു നല്ല വശമുണ്ട്. അപ്പോൾ നമ്മൾ വിമർശിക്കുന്നവരോട് നമ്മളെപ്പോഴും കുറച്ചുകൂടെ ശ്രദ്ധാലുക്കളാവണം. അവരെന്തുകൊണ്ട് അതിനെ വിമർശിക്കുന്നു, അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നമ്മൾ മതമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം എന്നുള്ളതാണ് ശരിക്കും മതം. ഈ മതങ്ങൾ വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് കള്ളത്തരം കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ പല മതങ്ങളുടെ റൂട്ട് തേടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമർശനാത്മകമാണ്. ചില കള്ളങ്ങൾ പൊളിയും എന്നുള്ളത്. പൊളിയേണ്ടതാണെങ്കിൽ പൊളിഞ്ഞോട്ടെ. നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ കരുതുമ്പോഴല്ലേ നമുക്കത്രയും വിഷമിക്കേണ്ടുള്ളൂ. നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ അച്ഛനും അമ്മയും ഒരു മതത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആ മതത്തിലായിന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു മതത്തിൽ ജനിക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെയൊന്നും ഇങ്ങനെ ബലം പിടിച്ച് മുറുകെ പിടിക്കേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളെയും പഠിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ പഠിക്കണം, മനസ്സിലാക്കണം. അതിലെ തെറ്റുകളും ശരികളും നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ തേടി പിടിക്കുകയും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അത് ഗുണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ എടുത്തു കളയുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു പ്രത്യേക വേദി എത്തുമ്പോൾ നമ്മളത് അനുഭവിച്ച് നോക്കിയപ്പോൾ അത് നമുക്ക് ഗുണാത്മകമായിട്ടില്ല എന്നുള്ള വസ്തുത നമ്മളെ ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്താനും തയ്യാറാവണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്വസ്ഥ ജീവിതത്തിനുള്ള പരിണാമം ഒരുക്കുന്നത്. അങ്ങനെ വിമർശന ബുദ്ധി കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും
നമുക്ക് സുഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. നമ്മുടെ പല നിയമങ്ങൾ, ഇപ്പോൾ രാജ്യത്തിൻ്റെ പല നിയമങ്ങളുണ്ടായിരിക്കുന്നത് നമുക്ക് സുഖകരമായിട്ട് ജീവിക്കുന്നതിനുണ്ട്. പക്ഷേ നിയമങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ഉള്ള അവസ്ഥ എന്തായി? ആ നിയമങ്ങളുള്ള എണ്ണം കൂടിയപ്പോൾ നമുക്ക് ജീവിതം ദുഷ്കരമായിട്ട് കൊണ്ടിരിക്കും. അപ്പം നിയമങ്ങളുടെ എണ്ണം കൂടാതിരിക്കണമെങ്കിൽ നമ്മൾ ധർമ്മബോധം ഉള്ളവരാണെങ്കിൽ, നമ്മൾ സെൽഫ് കൺട്രോൾ ഉള്ളവരാണെങ്കിൽ ഈ നിയമങ്ങളുടെ എണ്ണം കൂടത്തുമില്ല. അതുപോലെ തന്നെ നിയമങ്ങളെ വളച്ചൊടിക്കുന്നത് കൊണ്ട് പിന്നെയും അതിൻ്റെ പുറത്ത് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരിക. ഇപ്പം സ്ത്രീ സംരക്ഷണ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് കോടതിക്ക് പല അഭിപ്രായങ്ങളും പറയേണ്ടി വരും ആ നിയമത്തിൻ്റെ പുറത്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയം വിമർശനത്തിനും വിധേയമാകണം. അതായത് നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലോട്ട് വരണം. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ കുറ്റം ഒരാൾ പറയുമ്പോൾ നമ്മൾ മുന്നേ കൂട്ടി നമ്മുടെ കുറ്റത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കള്ളങ്ങളെയും കാപട്യങ്ങളെയും നമ്മുടെ നല്ല വശത്തെയും എല്ലാം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ വേറൊരാൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ശരിയുണ്ടെങ്കിൽ നമ്മൾ ശരി വെക്കുക. അവരോട് സമ്മതിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെ ശരി വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഒരു വിമർശന ബുദ്ധി കൊണ്ട് ജീവിക്കാൻ പറ്റും. ആ വിമർശന ബുദ്ധി സ്വയത്തിനോടും ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു.